മറ്റൊരു ചേട്ടച്ചനെ നമ്മൾ പരിചയപ്പെടുത്തിയത് ന്യൂസ് 18 അനുജനും അല്ലെങ്കിൽ അമ്മയ്ക്കും വേണ്ടി ജീവിതം വലിയ തോതിൽ പോസിറ്റീവായി കാണുന്ന ഒരു 12ാം ക്ലാസ്സുകാരനെ നിഖിലിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചിരുന്നു. ന്യൂസ് 18ലെ ആ വാർത്ത അത് കണ്ട ശേഷം ഷഫ് പിള്ള ഉൾപ്പെടെ വലിയ തോതിൽ പിന്തുണയുമായി എത്തിയിരുന്നു. അപ്പോൾ നിഖിൽ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട് നിഖിലിനൊപ്പം. ഐശ്വര്യ, ഹാപ്പിയാണോ നിഖിൽ ഒരു സർപ്രൈസിൽ ഇങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുകയാണോ? എൽദോ, അത് നമുക്ക് നിഖിലിനോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഗവർണറുമായുള്ള കൂടിക്കാഴ്ച? ഒരു എന്താ പറയാ, നമ്മളെ ഈ പുള്ളി കാണുന്ന പോലെ അല്ല. ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. എന്തൊരു സിമ്പിൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എൻ്റെ അമ്മേനെയൊക്കെ ആണെങ്കിലും പുള്ളി കൈ പിടിച്ചാണ് കൊണ്ടവിടെ ഇരുത്തിയതും എല്ലാം ചെയ്തതും. അപ്പം അത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അവിടെ ഇരുന്നപ്പോൾ പോലും ഞാൻ എന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചത്, സത്യം പറഞ്ഞാൽ ഒന്നും സംസാരിച്ചില്ല. അമ്മയാണ് അവിടെ അത്യാവശ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാനവിടെ അനിയനുമായിട്ട് അവിടെ വെറുതെ സത്യം പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഗവർണർ എന്താ പറഞ്ഞത്? എന്നോട് പറഞ്ഞു ഇതുപോലത്തെ, എൻ്റെ അമ്മയോട് പറഞ്ഞത് ഇതുപോലത്തെ ഒരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം. അത് പുള്ളിയുടെ വായിൽ നിന്ന് അത് കേൾക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. തീർച്ചയായും സമ്മാനമൊക്കെ തന്നാണോ ഗവർണർ വിട്ടത്? ഈ 2 സഞ്ചിയുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം താഴെ ഇരിക്കുക, എൻ്റെ താഴെ ഇരിപ്പുണ്ട്. 2 ബാഗ് നിറച്ച് സമ്മാനം തന്നു. സന്തോഷം ഒരുപാട്. അമ്മയോട് കൂടി ഒന്ന് ചോദിക്കാം. അമ്മയാണ് കൂടുതൽ ഗവർണറോട് സംസാരിച്ചതെന്നാണ് നിഖിൽ പറയുന്നത്. അമ്മയോട് എന്താ സംസാരിച്ചത്? എന്നോട് എന്താ, ഞാൻ ജീവിതത്തിൽ ഇത്രയും പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അനേകം പേരെ കണ്ടിട്ടുണ്ട്, അനേകം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹമ്പിൾ, അതായത് അത്രയും താഴ്മയായിട്ട് നിൽക്കുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പുള്ളി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പുള്ളി അങ്ങ് ഞാനാണോ ഇനി ഗവർണർ, പുള്ളിയാണോ ഗവർണർ എന്നുള്ള ഇത് അത്രേ നമുക്ക് ഒരുപാട് കണ്ട് പഠിക്കാനുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ എത്ര വലിയ പൊസിഷനിലാണെങ്കിലും എത്ര താഴ്മയോടുകൂടെ ആ പുള്ളി നിൽക്കുന്നത്, സംസാരിക്കുന്നത്. എനിക്ക് കരയണോ സന്തോഷിക്കണോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു വാക്കുകളില്ലാത്ത രീതിയിലായി. കാരണം പുള്ളി കോഫി എടുത്ത് തരുന്നു, ചിപ്സ് തരുന്നു, കേക്ക് വായിൽ വെച്ച് തരുന്നു. ഞാൻ ആരും അല്ലല്ലോ, ഞാനൊരു നിഖിലിൻ്റെ അമ്മ മാത്രം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വെൻ യു ആർ ബ്ലെസ്ഡ് യു ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ് എന്നാണ്. അപ്പം പുള്ളി എനിക്കൊന്നും വിശ്വസിക്കാൻ, ഞാനൊരു സ്വപ്നലോകത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി വന്നേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എന്ത് പുണ്യം ചെയ്തു ഇങ്ങനെ നിഖിലിൻ്റെയും അപ്പൂൻ്റെയും അമ്മ ആവാനായിട്ട്. അത്ര മാത്രമേ ഉള്ളൂ. പുള്ളി പിന്നെ വേറൊരു കാര്യം പറഞ്ഞു എന്നോട്, എപ്പം വേണമെങ്കിലും വിളിക്കാം, എപ്പം വേണമെങ്കിലും രാജ്ഭവനിലോട്ട് വന്ന് പുള്ളീനെ കാണാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു പെർമിഷൻ തന്നു. പിന്നെ നിഖിൽ ബാംഗ്ലൂരിൽ ആണെങ്കിൽ ഷെഫ് സുരേഷ് പിള്ളയുടെ അവിടെ ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി എടുത്ത് പറഞ്ഞു നിഖിലിനെ കാണാൻ നമുക്ക് ബാംഗ്ലൂരിൽ ഹോട്ടലിൽ പോയി കാണണമെന്ന് പറഞ്ഞു. എനിക്കതൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല മോളെ. എനിക്ക് വാക്കുകളില്ല. പുള്ളിയുടെ ആ ഒരു ഹമ്പിൾ, ആ ഇത് എന്നെ വളരെ അട്രാക്റ്റ് ചെയ്തു. പുള്ളി എന്നെ പിടിച്ച് നടത്തിക്കായിരുന്നു. പുള്ളിയുടെ അടുത്തുനിന്ന് ഞാൻ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ എം എ ലേഡി ലൈക്ക് ദ വെരി സ്ട്രോങ് ലേഡി, ഞാൻ നെവർ ഗിവ് അപ്പ് ലേഡിയായിരുന്നു. അപ്പോൾ ഞാൻ കൂളായിട്ട് നടക്കുക. കാരണം പുള്ളിയുടെ എനർജി എന്നിൽ പാസ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് യു വിൽ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞു, യു വിൽ വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വാക്ക് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിനി അടുത്ത പ്രാവശ്യം കാണുമ്പം നേരെ നടക്കും എന്നുള്ളത്. പുള്ളിക്ക് വളരെ സന്തോഷമായി. പുള്ളി നിഖിലിനെ കാണാനാണ് പോയത്, പക്ഷേ എന്നോടാ കൂടുതൽ സംസാരിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ദൈവത്തിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ ഒരു ഫീലാണ് അത്. നിങ്ങളോട് ന്യൂസ് 18 കേരള ചാനലിനോട് കടപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുട്ടികളും. വാക്കുകളില്ല, അത് മാത്രമല്ല. നിഖിലിനെ കുറിച്ചും അപ്പുവിനെ കുറിച്ചും മറ്റു വിശേഷങ്ങളും ഒക്കെ ഗവർണറുമായി പങ്കുവച്ചോ? എല്ലാം പങ്കുവച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കേട്ടു. നമുക്ക് അങ്ങനെ കേൾക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് മാത്രം മതി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടപ്പോൾ പുള്ളി അതെല്ലാം എന്താ പറഞ്ഞത്? നമുക്ക് എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ ഒരു പേപ്പറിലേ
എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞു എഴുതി കൊടുക്കാൻ. അപ്പം നിഖിലിൻ്റെ പേരിലായതുകൊണ്ട് അത് കൊണ്ടുവന്നു. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ എപ്പം വേണേലും വിളിക്കാനെന്ന് പറഞ്ഞിരുന്നു. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അത് മതി എനിക്ക് മുന്നോട്ട് പോകാൻ. ഞാൻ വളരെ ഹാപ്പിയാണ്. ന്യൂസ് കേരള 18 ഞാൻ എത്ര നന്ദിയും കടപ്പാടും പറയണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെ അശ്വതി വന്ന് എൻ്റെ മോനെ ഇൻ്റർവ്യൂ ചെയ്ത് ഇങ്ങനെ ഇത്രയും വൈറലായി ഇന്ന് എനിക്ക് സാറിൻ്റെ മുന്നിൽ കാണാൻ പറ്റുമെന്നുള്ള എനിക്കും എൻ്റെ അപ്പൂനും സഞ്ജുവിനും ഇതിൽ കൂടുതൽ ഞാൻ ബ്ലെസ്ഡ് എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല. അത്രമാത്രം ഞാൻ ഹാപ്പിയാണ്. എൽദോ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിഖിലും അപ്പുവും നിഖിലിന്റെ അമ്മയും രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവരുടെ വാക്കുകളാണ് കേട്ടത്. ന്യൂസ് 18 കേരളയ്ക്ക് നിഖിലിന്റെ കുടുംബം നന്ദി പറയുകയാണ് ഏറെ സന്തോഷത്തോടു കൂടി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരമായിരുന്നു. ആ അവസരം കിട്ടി. ഗവർണറെ കാണാനായി കുടുംബത്തിന്റെ ആശങ്കകളൊക്കെ പങ്കുവച്ചു. ആ ആശങ്കകൾ പങ്കുവച്ച ശേഷം അദ്ദേഹത്താൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു നൽകാമെന്ന് ഉറപ്പ് നൽകി എന്നുകൂടിയാണ് നിഖിലിന്റെ അമ്മ നമ്മളോട് വ്യക്തമാക്കി. എന്തായാലും ന്യൂസ് 18നും ഇത് അഭിമാന നിമിഷമാണ്. ഉറപ്പായും ഐശ്വര്യ, അഭിമാന നിമിഷം തന്നെയാണ്. നിഖിലിന്റെയും അമ്മയുടെയും മുഖത്ത് ആ കണ്ണുകളിലെ തിളക്കം കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അത് നമുക്കും വലിയ ചാരിതാർത്ഥ്യം നൽകുന്നുമുണ്ട്. നിഖിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ പാഠം 4-ൽ ആ ഒരു റിപ്പോർട്ട് വരുന്നു. അതിനു മുമ്പ് നിഖിൽ ഇപ്പോൾ രാജ്ഭവനെ പറ്റിയോ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റിയോ അല്ലെങ്കിൽ ബംഗളൂരുവിൽ ഷെഫാവാനുള്ള പഠിത്തത്തെ പറ്റിയൊക്കെ സ്വപ്നം കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്നായിരിക്കും നിഖിലിൻ്റെ മറുപടി. നിഖിൽ എന്ത് പറയുന്നു? ആ ഗവർണറുമായുള്ള സംസാരത്തിൽ ഈ പഠനകാര്യമൊക്കെ സംസാരിച്ചിരുന്നോ ഗവർണർ? നമുക്ക് നിഖിലിനോട് തന്നെ ചോദിക്കാം. എൽദോ, ഈ പഠനകാര്യമൊക്കെ ഗവർണർ സംസാരിച്ചിരുന്നോ നിഖിലിനോട്? അതെ, സംസാരിച്ചായിരുന്നു. എനിക്ക് പഠനമെന്നല്ല, എന്ത് ആവശ്യമുണ്ടെങ്കിലും എനിക്ക് എപ്പോൾ വേണോ ഇവിടെ കയറി വരാം എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ പർട്ടിക്കുലർലി ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വരണം. പിന്നെ ബാംഗ്ലൂരിൽ എന്നെ പഠിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഗവർണർ ഇങ്ങോട്ട് പറയാണ് ബാംഗ്ലൂരിൽ ഇനി എപ്പോഴെങ്കിലും ഞാൻ പോവുകയാണെങ്കിൽ എന്നെ കണ്ടിട്ടേ പോവുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാൻ കിട്ടത്തില്ല. എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഗവർണറെ കാണാൻ പറ്റും, രാജ്ഭവനിൽ വരാൻ പറ്റും എന്നൊക്കെ? എൻ്റെ പൊന്നെ ഇല്ല. കാരണം ഞാൻ TV-യിൽ കാണുന്ന ആ ഒരു മുഖം ഇപ്പം വന്നതാ ഇന്ന് നേരിട്ട് വന്ന് കാണാൻ ഞാൻ വിചാരിച്ച അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതാണ് എൽദോ, ഒരുപക്ഷെ ഗവർണറെ കണ്ടതിന്റെ സന്തോഷത്തിലോ എക്സൈറ്റ്മെന്റിലോ നിഖിലിന് അധികം കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. എങ്കിലും അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും രാജ്ഭവനിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള ഉറപ്പാണ് ഗവർണർ കൊടുത്തത്. ഒപ്പം ബാംഗ്ലൂർ എത്തുകയാണെങ്കിൽ നിഖിലിന്റെ പഠനവുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂർ പഠനത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ നിഖിലിനെ കാണാതെ മടങ്ങുകയില്ല എന്നുള്ള വാക്കുകൂടി നിഖിലിന് നൽകിയിരിക്കുകയാണ്. എൽദോ, അറിയാം ഐശ്വര്യ, അവിടെ രാജ്ഭവന് മുന്നിൽ വഴിയിലാണ് നിൽക്കുന്നത് എന്നും അറിയാം. പക്ഷേ എങ്കിൽ പോലും അവർ എക്സൈറ്റ്മെന്റില്ല, അവരെ വിടാൻ തോന്നുന്നില്ല. ഈ പൂർണ്ണമായും അവിടെ എങ്ങനെയായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയുടെ സമയം അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് നിഖിലിനോട്? നിഖിൽ, എത്ര സമയമാണ് ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് കിട്ടിയത്? ഞാൻ കറക്റ്റ് ടൈം നോക്കിയില്ല. 12:45 അവിടെ കയറി ഒരു ഏകദേശം ഒരു 1:25-1:30 വരെ അവിടെ ഇരുന്നു. അത്രയും സമയം സംസാരിക്കാൻ പറ്റി. പിന്നെ ഇപ്പം പുള്ളിക്ക് ഞാൻ അങ്ങനെ അങ്ങ് ശേഷം വേറൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി. കോഫിയൊക്കെ കുടിച്ചോ? ഞാൻ 2 ചായ കുടിച്ചു. ചായ മാത്രമേ കുടിച്ചോളൂ? പിന്നെ ലൈറ്റായിട്ട് കഴിക്കാനും തന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയനും എനിക്കും പുള്ളി കേക്ക് വായിൽ വെച്ച് തന്നു. ഇപ്പം നമ്മളവിടെ ഇരിക്കുകയും പുള്ളി നിൽക്കുകയും ചെയ്തിട്ടാണ് നമുക്കത് തന്നത്. ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാണ്, നമ്മളാണ് പുള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, എത്രത്തോളം സിമ്പിൾ, ഇത്രത്തോളം താഴ്ന്ന അല്ലെങ്കിൽ ഭൂമിയോളം താഴ്ന്ന ഒരു മനുഷ്യനെ ഞാൻ ഇത്രയും വലിയൊരു, ഇപ്പോൾ ആലോചിച്ച് നോക്കണം, ഗവർണറാണ്. അപ്പം ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളാണോ മറ്റേ വലുത് അതോ അവരാണോ വലുത് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും പുള്ളിയെ ദൈവം അനുഗ്രഹിക്കട്ടെ, അത്രേ ഉള്ളൂ പറയാം. ഈ മറ്റ് സഹായങ്ങൾ എന്തെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ? കാരണം നമ്മൾ നേരത്തെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും പറഞ്ഞതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സഹായം ഗവർണർ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞത് എപ്പം വേണേലും വിളിച്ചിട്ട്
എന്തും ചോദിക്കാമെന്നുള്ളത്. അങ്ങനെ പറയുമ്പം നമ്മൾ എന്ത് ചോദിക്കാനാ? എനിക്കൊന്നും പറയാനില്ല. എന്നോട് പറയുന്നത് എന്തും ചോദിക്കാൻ, എപ്പം വേണമെങ്കിലും വിളിക്കാം, രാജ്ഭവനിൽ എപ്പം വേണമെങ്കിലും വരാം, ഡയറക്റ്റ് എൻട്രിയാ. അപ്പം അങ്ങനെ പറയുന്ന ഒരാളുടെ അടുത്ത് ഞാൻ എന്താവശ്യപ്പെടാനാണ്? ആ സ്നേഹം മാത്രം മതി. ദൈവം സ്നേഹമല്ലേ? ദൈവം സ്നേഹമാണ്. എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷേ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ ദൈവം എല്ലാം തരും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അത്രയേ ഉള്ളൂ. ഒന്നും ആവശ്യപ്പെട്ടില്ല. എല്ലാം തരുമെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ അറിയുന്നതിന് മുന്നിൽ ദൈവം നമ്മുടെ ആവശ്യം അറിഞ്ഞു കഴിഞ്ഞു. ഈ നിഖിലിന്റെ പേരിൽ എഴുതിയിരുന്ന ആ ലെറ്റർ മാറ്റി എഴുതി കൊടുത്തോ, അതോ പിന്നീട് വന്നാൽ മതി എന്നാണോ പറഞ്ഞത്? എന്തുവാന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ആ പേപ്പറിൽ എഴുതിയിരുന്നു. അപ്പം എൻ്റെ പേരിൽ എഴുതി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എടുത്ത് ചോദിച്ച് അത് പേര് മാറ്റി. അല്ല ഇപ്പം മാറ്റി കൊടുക്കണമെന്നും എനിക്കറിയത്തില്ല. നിഖിലിൻ്റെ പേരിലല്ല എഴുതിയേക്കണേ. അപ്പം എൻ്റെ പേരിലോട്ട് മാറ്റി കൊടുക്കും. എൽദോ, അതാണ് വലിയ സന്തോഷത്തിലാണ് നിഖിലിന്റെ അമ്മയും അപ്പുവും നിഖിലും ഒക്കെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരമാണ് നിഖിലിനും കുടുംബത്തിനും കിട്ടിയത്. ഗവർണർ നൽകിയ സമ്മാനമൊക്കെ ആയിട്ടാണ് നിഖിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. ഒപ്പം ഗവർണർക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ഒക്കെ ആയതിൻ്റെ ഒരു സന്തോഷവും അവർ നമ്മളോട് പങ്കുവച്ചു. ശരി, എന്താണേലും തൽക്കാലം വിടുക നിഖിലിനെ. കാരണം നിഖിലിന് നാളെ പരീക്ഷയുണ്ട്. അത് ശരിയാ. അതുകൊണ്ട് നിഖിൽ പഠിക്കട്ടെ, പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നന്നായി പരീക്ഷ എഴുതട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നിഖിൽ ഒപ്പം അമ്മയ്ക്കും അപ്പുവിനും.